തവളകളുടെ റിയാലിറ്റി ഷോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതിനാന്ന് വെച്ചാൽ ചിലതൊക്കെ കേൾക്കാതിരിക്കാൻ കൂടിയാണ്. കുറച്ച് തവളകൾ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തവളകൾ, 2-3 തവളകൾ എന്ത് ചെയ്തു, ഒരു പൊട്ടക്കിണറ്റിൽ വീണു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന തവളകൾ പൊട്ടക്കിണറ്റിന്റെ ചുറ്റിനും കൂടി എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കയറാനൊന്നും കഴിയില്ല, നിങ്ങൾ അവിടെ തന്നെ കിടന്നോളി, നിങ്ങൾ അവിടെ തന്നെ കൂട് കൂട്ടിക്കോളി, അവിടെ തന്നെ ജീവിക്കാനുള്ള ശ്രമം നടത്തിക്കോളി. അപ്പോൾ അതിന് മുകളിലോട്ട് ചാടി കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന തവളകൾ ഓരോരുത്തരും ചാടി അവരുടെ പരിശ്രമം അവസാനിപ്പിക്കുമ്പോൾ ഒരു തവള മാത്രം വീണ്ടും ആവർത്തിച്ച് ചാടി കയറാൻ വേണ്ടി ശ്രമിച്ച് അവസാനം കരയ്ക്ക് കയറി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന തവളകൾ ഓടി തിരിച്ചു വന്ന്, റിയാലിറ്റി ഷോയ്ക്ക് പോയ തവളകൾ തിരിച്ചു ഓടി വന്നിട്ട്, ഇതെങ്ങനെ സാധിച്ചു, നിനക്ക് നീ രക്ഷപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷയല്ല എന്ന് പറയുമ്പോൾ ഈ തവള ഒന്നും കേൾക്കാതെ മറുപടി പറയാതെ എന്തുവാണ് അങ്ങ് നടന്നു പോവുക. അപ്പോൾ അത് കേട്ടിട്ട് ഒരു തവള പെട്ടെന്ന് ഓടി മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ഇതെൻ്റെ അനുജനാണ്, അവനെ ചെവിയും കേട്ടുകൂടാ കണ്ണും കണ്ടുകൂടാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെവി കേൾക്കാമായിരുന്നെങ്കിൽ, കണ്ണ് കാണാമായിരുന്നെങ്കിൽ ആ തവള ആ പൊട്ടക്കിണറ്റിൽ തന്നെ എന്ത് ചെയ്യാൻ അവസാനിച്ചേനെ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പല കരിയറിലെത്താനും പല ബിസിനസ് ചെയ്യാനും പല ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയും, നിന്നെക്കൊണ്ട് നടക്കത്തില്ല, നീ അവിടെ തന്നെ നിൽക്കുന്നത് നല്ലത്, നിന്നെക്കൊണ്ട് ഇതേ പറ്റൂ, നിന്നെക്കൊണ്ട് അതേ പറ്റൂ. ഇത് നമ്മൾ മാറ്റണം, ഇത് മാറി ചിന്തിക്കണം. ചിലരൊക്കെ പറയുന്ന സംഗതികൾ നമ്മൾ കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഗുണപാഠം. അത് നമ്മൾ മാക്സിമം ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരുടെയും വാക്കുകൾ കേട്ട് പലതും മാറ്റി വെച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.